പൊതിക്കകത്ത് എന്താണെന്നറിയോ? നോക്കാമല്ലോ. അതിനുമ്പോൾ നമുക്കൊരു കുട്ടി ക്യൂട്ട് ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കിയാലോ? ഖത്തറിൽ വന്നത് പിന്നെ ഞാനങ്ങനെ അധികം ആരെയും പരിചയപ്പെട്ടിട്ടില്ല. നാട്ടിലെ പോലെ തൊട്ടപ്പുറത്തെ വീട്ടിലെന്താ നടക്കുന്നതെന്ന് അറിയാൻ തലയിട്ട് നോക്കലൊന്നും ഇവിടെ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ചേച്ചിയെ പരിചയപ്പെടുന്നത്. ചേച്ചി എന്ന് പറഞ്ഞാൽ നയന ചേച്ചി. ഈ പറഞ്ഞ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചി തന്നെയാണ്. ഞാനും മലയാളി, ചേച്ചിയും മലയാളി. ഞാനും വായാടി, ചേച്ചിയും വായാടി. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് കമ്പനിയായി. കാണുമ്പോഴൊക്കെ വിശേഷങ്ങൾ പറയും. ചേച്ചി നല്ലൊരു ഡാൻസറാണ് കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ചേച്ചിയുടെ ബർത്ത്ഡേ ആണെന്ന് ഞാൻ അറിയുന്നത്. ഒരു ദിവസം ചെറുതായിട്ടൊന്ന് വൈകിപ്പോയെങ്കിലും ചേച്ചിക്ക് എൻ്റെ കൈ കൊണ്ടുണ്ടാക്കി എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ള തോന്നലിൽ നിന്നാണ് ഈ കാർഡ് ഉണ്ടാക്കുന്നത്. പിൻട്രസ്റ്റിൻ്റെ പിന്നാമ്പുറങ്ങളിൽ കൂടി ഓടാടി സഞ്ചരിക്കുന്ന കൂട്ടുകാർക്കെല്ലാം ഈ ടൈപ്പ് കാർഡുകൾ ഫെമിലിയർ ആയിരിക്കും. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത്. വളരെ ഈസിയാണ്, ബട്ട് സ്റ്റിൽ സോ ക്യൂട്ട്. ചേച്ചിക്ക് ഇതൊരു യമണ്ടൻ സർപ്രൈസ് ആയിരുന്നുകൊണ്ട് ചേച്ചി ഹാപ്പി, ഞാനും ഹാപ്പി. ബർത്ത്ഡേ ആണെങ്കിൽ മിഠായി വേണം, കാർഡാണെങ്കിൽ കവറും വേണം. അതും കൂടെ ചെയ്തെടുത്തോട്ടെ നമ്മുടെ ഗിഫ്റ്റോടെ കംപ്ലീറ്റ് ആയിട്ടോ. പക്ഷെ ചേച്ചി ഒരു മിഠായി വിരോധിയാണ്. അപ്പോൾ പിന്നെ ആ പൊതിക്കത്ത് എന്താണെന്നല്ലേ? കുറച്ച് സ്നേഹക്കുറിപ്പുകളാടോ. ഇരിക്കട്ടേന്നേ. താങ്ക് യു ഫോർ വാച്ചിങ്.